ചന്ദനം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വെൽമുരുക ഹരോഹരാ ഹോ, വേലായുധ ഹരോഹരാ, വെൽമുരുക ഹരോഹരാ ഹോ, വേലായുധ ഹരോഹരാ. ഈ പാട്ടിൽ ദീപക് ദേവ് എന്ന സംഗീത സംവിധായകൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും പൊതുവെ ശ്രദ്ധിച്ചാൽ അറിയാം, പൊതുവെ നല്ല ടൈറ്റ് റിതമായിരിക്കും. പിന്നെ ദീപകിൻ്റെ ആദ്യത്തെ ചിത്രമായ ക്രോണിക് ബാച്ചലറിൻ്റെ ഓഡിയോയിൽ തന്നെ ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നു, മലയാളം ഫിലിം മ്യൂസിക് ക്യാൻ സൗണ്ട് ഡിഫറൻറ്റ് എന്നാണ്. അതായത് മലയാളം സിനിമയുടെ അതുവരെയുള്ള ശബ്ദ നിലവാരത്തിൽ നിന്നും ഒരു പടി കൂടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹം അതിൻ്റെ റെക്കോർഡിംഗ് പൂർത്തിയാക്കിയത്. അതിനുശേഷം വന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും അത് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഈ പാട്ടിലും ഉണ്ട്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് സാധാരണ മറ്റ് മലയാളം പാട്ടുകളിൽ നിന്നൊക്കെ വളരെ ഒരു പടി മേളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ സാങ്കേതികമായ നിലവാരം അതിനുണ്ട്. അത് മാത്രമല്ല, എം ജി ശ്രീകുമാർ എന്ന ഗായകൻ, ശ്രീകുമാരേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഗായകൻ എന്നുള്ള രീതിയിലുള്ള വെഴ്സറ്റൈലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാത്തരം പാട്ടുകൾ പാടുന്നു. പ്രത്യേകിച്ച് ഇതുപോലുള്ള പാട്ടുകൾ പാടുമ്പം ഒരു താളത്തോട് ഇണങ്ങി എങ്ങനെ കൃത്യമായിട്ട് ക്വാണ്ടൈസ് കീപ്പ് ചെയ്ത് പാടണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു ടെക്സ്റ്റ് ബുക്കാണ് അദ്ദേഹത്തിൻ്റെ. പല പാട്ടുകളും അങ്ങനെ നോക്കാം. ഈ പാട്ടിലും അത് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാൻ പറ്റും. ഓരോ അക്ഷരവും ഓരോ താളത്തിൻ്റെ ബീറ്റുകളുമായിട്ട് എത്ര കൃത്യമായി ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ആലാപന സൗന്ദര്യം നമുക്ക് അനുഭവിക്കാനുള്ള ഒരു വക ഈ പാട്ടിൽ അദ്ദേഹം നൽകുന്നുണ്ട്. മുനിയാണ്ടി പണ്ടാരങ്ങൾ